നാട്ടുകാരെ പിന്നെ സഹിക്കാം, കൂട്ടുകാരെ ചോദ്യങ്ങൾ പിന്നെ നമുക്ക് മറക്കാം, എല്ലാം നമുക്ക് പൊറുക്കാം. പക്ഷേ കുടുംബക്കാരെന്ന് പറഞ്ഞു നടക്കുന്ന കുറെ ആളുകളുണ്ട്. 10 പൈസയുടെ ഉപയോഗമില്ലാത്ത, നാടിനും വീടിനും എന്തിനേറെ സ്വന്തമായി ഒരു ഗുണവുമില്ലാത്ത കുറെ കുടുംബക്കാരുണ്ട്. അവരാണ് ഈ ചോദ്യങ്ങൾ ഉന്നയിക്കുന്നത്. പ്രത്യേകിച്ച് ഏതെങ്കിലും ഒരു ഫംഗ്ഷന് പോകാൻ കഴിയോ, ഏതെങ്കിലും ഒരു ഫംഗ്ഷന് പോകാൻ കഴിയോ, ഏതെങ്കിലും ഒരു പരിപാടിക്ക് പോയി കഴിഞ്ഞാൽ അവിടെയും ചോദിക്കും, ഹോസ്പിറ്റലിൽ കാണിക്കുന്നില്ലേ, നിങ്ങൾ ഹോസ്പിറ്റലിൽ പോയിട്ടില്ലേ, എന്താ എന്ന് കൂട്ടുകാരുടെ മുമ്പിൽ വെച്ച്, സ്വന്തം കുടുംബക്കാരുടെ മുമ്പിൽ വെച്ച് ചോദിക്കുമ്പോൾ അവർക്കുണ്ടാകുന്ന മാനസികമായ പ്രയാസങ്ങൾ എന്തേ നിങ്ങൾക്ക് കാണാൻ കഴിയാത്തതോ? ഈ അടുത്ത സമയത്ത് ഒരു പ്രിയപ്പെട്ട സഹോദരി പറഞ്ഞതാണ്, ഉസ്താദേ, വിവാഹം കഴിഞ്ഞാൽ ഒന്നുകിൽ പെട്ടെന്ന് മക്കൾ ഉണ്ടാകണം, ഇല്ലെങ്കിൽ ഒരു ആഘോഷനെങ്കിലും ഉണ്ടാകണം, എന്നാൽ ആളുകളുടെ സംസാരങ്ങളിൽ നിന്ന്, അവരുടെ ചോദ്യങ്ങളിൽ നിന്ന് രക്ഷപ്പെടാമായിരുന്നു. എന്തുകൊണ്ടാണ് ആ പ്രിയപ്പെട്ട യുവതിയുടെ, ആ സഹോദരിയുടെ മനസ്സിന്റെ ഉള്ളറയിൽ അങ്ങനെ ഒരു ചിന്താഗതി കടന്നു വരാനുള്ള കാരണം എന്താണ് എന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? മക്കളില്ലാത്തതിനേക്കാളും വേദനയും ബേജാറുമാണ് ആളുകളുടെ ചോദ്യമെങ്കിലോ. ഇന്ന് വിവാഹം കഴിഞ്ഞ യുവതി യുവാക്കൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രയാസം എന്ന് പറയുന്നത്, ഏറ്റവും വലിയ സങ്കടം എന്ന് പറയുന്നത്, വിവാഹം കഴിഞ്ഞ് 5 മാസങ്ങൾ പിന്നിടുമ്പോൾ ആളുകൾ ചോദിക്കാൻ തുടങ്ങുകയാണ്, മക്കളൊന്നുമായില്ല എന്ന്. ഈ ചോദ്യങ്ങൾ കേൾക്കുമ്പോൾ മാനസികമായി തളർന്നു പോകുന്ന യുവതി യുവാക്കൾ എന്റെ പ്രിയപ്പെട്ടവരോട് ഓർമ്മപ്പെടുത്തുകയാണ്, ഇതുപോലെ ഒരുപാട് അവസ്ഥകൾ എന്റെ ശബ്ദം ശ്രവിക്കുമ്പോൾ നിങ്ങൾ പല ആളുകൾക്കും ഉണ്ടായിട്ടുണ്ട്. നാട്ടുകാർ ചോദിക്കുമ്പോൾ, അയൽവാസികൾ മക്കളൊന്നും ആയില്ലേ എന്ന് ചോദിക്കുമ്പോൾ ആ ചോദ്യം കേട്ടിട്ട് മക്കളെ ഇറിറ്റേറ്റ് ചെയ്യുന്ന എത്രയോ മാതാപിതാക്കൾ എന്റെ ശബ്ദം ശ്രവിക്കുന്ന എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട്, സഹോദരിമാരോട് ഓർമ്മപ്പെടുത്തുകയാണ്, ഈ ജനങ്ങളുടെ, കുടുംബക്കാരുടെ, കൂട്ടുകാരുടെ ചോദ്യശരങ്ങൾക്ക് മുമ്പിൽ എന്നും ഇങ്ങനെ സങ്കടപ്പെടാനോ വേദനിക്കാനുമാണ് നിങ്ങളുടെ തീരുമാനമെങ്കിൽ ഈ ചുരുങ്ങിയ ആയുസിൽ എന്നും ഇങ്ങനെ സങ്കടപ്പെടാൻ മാത്രമേ നേരമുണ്ടാവുള്ളൂ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ഓർമ്മപ്പെടുത്താനുള്ളത് ഒരേ ഒരു കാര്യമാണ്, മക്കളെ തരുന്നവൻ അല്ലാഹുവാണ്, മക്കളെ തരാതിരിക്കുന്നതും അല്ലാഹുവാണ്. അതുകൊണ്ട് അല്ലാഹു പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ ചെയ്യണം, അല്ലാഹുവിനോട് നിരന്തരമായി നമ്മൾ ദുആ ചെയ്യണം. ആരുടെയും ചോദ്യശരങ്ങൾക്ക് മുമ്പിൽ തലകുനിക്കാൻ പാടില്ല. അങ്ങനെ പ്രയാസപ്പെടാനാണെങ്കിൽ ജീവിതകാലം മുഴുവനും അതിനെ നേരമുണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുന്നത്, നല്ല സന്തോഷത്തോടെ, ഇസ്സത്തോടുകൂടെ, ഈമാനോടുകൂടെ ജീവിക്കാൻ നമുക്ക് കഴിയണം. അല്ലാഹു റബ്ബുൽ ഇസ്സത്തായ പടച്ചതമ്പുരാൻ നമുക്കെല്ലാവർക്കും ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്കെല്ലാവർക്കും അല്ലാഹു ഇസ്സത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.